ഹായ് ഗായ്സ്, ടെക് പൊടികളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഷെയർ ഇറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. ആ ഷെയർ ഇറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫയലുകൾ പല സുഹൃത്തുക്കളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഷെയർ ഇറ്റിന് അതിലൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരു ഫ്രണ്ടിന് മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോണിലെ ഫയല് നിങ്ങളുടെ ഫോണിലൂടെ തന്നെ കാണുകയും ആ ഫയൽ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് തന്നെ കോപ്പി ചെയ്യാനും പറ്റുന്ന ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ആ ട്രിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ സിമ്പിൾ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് ആ ട്രിക്കിലേക്ക് കടക്കാം. ആരുടെ ഫോണിലെ ഫയലാണോ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫയൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ഫോൺ എടുക്കുക. അവരുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം മെനുവിലേക്ക് പോവുക. ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് ഇതിന്റെ മെനുവിൽ അതിനതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് റിമോട്ട് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ റിമോട്ട് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടേൺ ഓൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ. ടേൺ ഓൺ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു FTP അഡ്രസ്സ് കിട്ടും. ഈ FTP അഡ്രസ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് ഫയൽ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വീഡിയോയും കാണാം, ഓഡിയോയും കാണാം, ഏത് ഫയൽ വേണമെങ്കിലും ആക്സസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ FTP അഡ്രസ്സ് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ഫോൺ എടുക്കുക. നിങ്ങളുടെ ഫോണിൽ ആ ES ഫയൽ എക്സ്പ്ലോറർ ഓൺ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് FTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മെനുവിൽ തന്നെ. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ടോപ്പ് റൈറ്റ് കോർണറിലാണ് ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു 3-4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ FTP എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് ചോദിക്കുന്നത് സെർവർ എന്ന് പറഞ്ഞിട്ട്, ആ സെർവർ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഒരു FTP അഡ്രസ്സ് ഇവിടെ കിട്ടിയായിരുന്നു. ആ FTP അഡ്രസ്സ് നിങ്ങൾ അതേപടി ടൈപ്പ് ചെയ്യുക. എല്ലാ കുത്തും അല്ലെങ്കിൽ സ്ലാഷും ഒന്നും വിടാതെ തന്നെ അതേപടി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസർ നെയിം എന്തും കൊടുക്കാം. അതിനുശേഷം പാസ്വേഡ് കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ FTP സെർവർ ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ കാണിക്കുന്നുണ്ട് ഒരു ഫോൾഡർ പോലെ. ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോണിലെ ഫയൽസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഫ്രണ്ടിന്റെ ഫോണിലെ ഫയൽ നിങ്ങൾക്ക് കാണാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. വീഡിയോ അതേപടി പ്ലേ ആകുന്നുണ്ട്. നിങ്ങളൊരു ഓൺലൈനിൽ എങ്ങനെയാണോ വീഡിയോ പ്ലേ ആകുന്നത് അതുപോലെ തന്നെയാണ് ഈ വീഡിയോ പ്ലേ ആകുന്നതിന് നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. പ്യൂർലി വൈഫൈ ത്രൂ ആണെന്ന് മാത്രം. ഇത് വൈഫൈയുടെ ഹോട്ട്സ്പോട്ട് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളുടെ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ, ഇപ്പോൾ 10-15 ഫ്രണ്ട്സിനും ഈ FTP ഫയൽ സെർവർ അഡ്രസ്സ് നിങ്ങളുടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഫ്രണ്ട്സിനും നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഈ ഫയൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അവർക്ക് ഒരേപോലെ നിങ്ങളുടെ ഈ ഫയൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഫയൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ആകണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്യുക, ലോങ് പ്രസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കോപ്പി, കട്ട്, ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാൻ. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ മെനുവിൽ തന്നെ പ്രസ് ചെയ്യുക. മെനുവിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ലോക്കൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ലോക്കൽ ഹോം അല്ലെങ്കിൽ ഡിവൈസ്, നിങ്ങളുടെ ഡിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിനുശേഷം ആ ഫയൽ ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത്, ഇന്റേണൽ സ്റ്റോറേജിലാണെങ്കിൽ മെമ്മറിയിലാണെങ്കിൽ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് താഴെ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ അതേപടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കോപ്പി ആയിട്ടുണ്ട്. ആ വീഡിയോ അതേപടി നിങ്ങൾ ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് കോപ്പി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി നല്ലൊരു ഫെസിലിറ്റിയാണ്. നിങ്ങൾ ഷെയർ ഇട്ടൊക്കെ യൂസ് ചെയ്ത് ഷെയർ ചെയ്യുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് ഈ ഒരു ട്രിക്ക്. നിങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഫ്രണ്ട്സിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട. അവരുടെ OTP അല്ലെങ്കിൽ FTP അഡ്രസ്സ് ലഭിച്ചാൽ നമുക്ക് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ.
അതോടൊപ്പം തന്നെ ഈ ഒരു ആക്സസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിമോട്ട് മാനേജറിൽ നിങ്ങൾക്ക് അവിടെ കാണാം ടേൺ ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫെസിലിറ്റി ഓഫ് ആകും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഫയൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ ഒന്നും കൺസ്യൂം ആകില്ല. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോ വരുന്നതിന് കാത്തിരിക്കുക. ജയ് ഹിന്ദ്.